ഗുഡ് മോർണിംഗ് ഗൈസ്. ഇത് സീറോ മോട്ടോർ സൈക്കിളിൻ്റെ സീറോ എസ് എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളാണ്. ഇതിനൊരു 7.2 കിലോ വാട്ടിൻ്റെ ചെറിയ ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ അടിയിൽ സ്റ്റോറേജ് സ്പേസും മുകളിൽ ടാങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. പിന്നെ പുറകിൽ നമ്പർ പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ സീറോ മോട്ടോർ സൈക്കിളിന് 100% ഇലക്ട്രിക് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനും ബ്രേക്ക് ലൈറ്റ് LED ആണ് വരുന്നത്. ഒരു അമേരിക്കൻ ഫ്ലാഗ് ഉണ്ട്, ബിക്കോസ് ഇത് ക്രാഫ്റ്റഡ് ഇൻ കാലിഫോർണിയ എന്ന സൈഡിൽ എഴുതിയേക്കുന്നുണ്ടോ. ഇത് അമേരിക്കൻ മെയ്ഡ് ബൈക്കാണ്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് വരുന്നത് ഹാലജൻ ലൈറ്റാണ് വരുന്നത്. പിന്നെ USD ഫോർക്കുകൾ വരുന്നുണ്ട്, അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ഫോർക്കുകൾ വരുന്നുണ്ട്. പിന്നെ നോർമലായിട്ടുള്ള സ്വിച്ച് ഗിയറും അതുപോലെ ഇപ്പോൾ എല്ലാ വണ്ടികൾക്കും വരാറുള്ള പോലെ TFT സ്ക്രീനൊക്കെയാണ് ഇതിന് വരുന്നത്. അല്ലാതെ ഇതിന് ഒരുപാട് പ്രത്യേകതകളൊന്നും പറയാനില്ല. നമ്മൾ ഓണാക്കുമ്പോൾ സീറോൻ്റെ ലോഗോട് കൂടി ഡിസ്പ്ലേ ഓൺ ആവും. അതിൽ നമുക്ക് സ്പീഡ് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമുക്ക് ഓണാക്കുമ്പോൾ തന്നെ ചാർജിങ്ങിൻ്റെ സിമ്പിൾ കാണാം. ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് നമുക്ക് എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെന്നാണ് നമുക്ക് അവിടെ 100% ചാർജ് കാണാം. അതിൻ്റെ മുകളിൽ കണ്ടോ 86% റേഞ്ച്. അത് ഇനി എത്ര ദൂരം വണ്ടി ഓടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ മോശം ഒരു അവസ്ഥയാണ്. 6 മണിക്കൂർ കൊണ്ട് 100% ചാർജ് ആക്കിയിട്ട് ആകെ 86 കിലോമീറ്ററേ ഓടത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിലെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ വണ്ടിയും കൊണ്ട് ഓസ്ട്രേലിയയിലുള്ള ഗ്രേറ്റ് ഓഷ്യൻ റോഡ് എന്ന് പറഞ്ഞിട്ടൊരു റോഡുണ്ട്. അത് ഓസ്ട്രേലിയയിൽ തന്നെയുള്ള നല്ലൊരു അടിപൊളി റോഡാണ്. കടലിൻ്റെ സൈഡിൽ കൂടെയുള്ള കിടിലൻ റോഡ്. അപ്പം ഞങ്ങൾ ആ റോഡിൽ ഈ വണ്ടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ വണ്ടി അത്രയും ദൂരം ഓടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി ഞങ്ങളുടെ ഒരു വാനിൽ കയറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങൾ ആദ്യം വാനിൽ കയറ്റി, എന്നിട്ട് ഗ്രേറ്റ് ഓഷ്യൻ റോഡിൻ്റെ എൻട്രൻസിനും അപ്പുറത്തേക്ക് പോയിട്ടാണ് വണ്ടി ഇറക്കിയത്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നാണ് ഓടിക്കുക ചെയ്തത്. അതിൽ കുറേ തമാശകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് അതെല്ലാം ഈ വീഡിയോയിൽ ഇതിനോട് തുടർന്ന് തന്നെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ 2 ബൈക്കുകളും വാനിൽ കയറ്റി ഞങ്ങൾ വാനിൽ യാത്ര ചെയ്യും. ഞങ്ങളിപ്പോൾ ഏകദേശം ഗ്രേറ്റ് ഓഷ്യൻ റോഡ് എത്താറായി. അതുകൊണ്ട് നമുക്ക് കടലും കാര്യങ്ങളെല്ലാം ലെഫ്റ്റ് സൈഡിൽ കാണാം. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഗ്രേറ്റ് ഓഷ്യൻ റോഡിൻ്റെ എൻട്രൻസിലേക്കാണ്. ഇതാണ് എൻട്രൻസ്. ഞങ്ങൾ അതിലെ ഉള്ളിലോട്ട് കയറി കുറച്ചങ്ങ് മുമ്പോട്ട് പോയി നമുക്ക് വാൻ പാർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം കിട്ടണം. അത് നോക്കിയാണ് ഞങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി നിർത്താനുള്ള തീരുമാനമായി. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ബൈക്ക് എടുത്ത് കുറച്ചങ്ങ് നീങ്ങിയിട്ടാണ്, അതായത് കുറച്ച് ഉള്ളിലോട്ട് മാറി ഞങ്ങൾ പാർക്ക് ചെയ്തത്. പുറത്തേക്ക് ഇറങ്ങുവാണ്. നമ്മളങ്ങനെ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് റൈഡ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. എൻ്റെ ഫ്രണ്ടിലൊരു ബൈക്കും കൂടെ ഉണ്ട്. അത് ഇത്തിരി കൂടി വലിയ പവർഫുൾ ആയിട്ടുള്ള ബാറ്ററിയാണ്. അവർ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്.
ഗൈസ് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഉള്ള കീട്ടിലെ സ്ഥലം. ഒരു സൈഡ് കടല്, ഒരു സൈഡ് മല. എന്റെ പൊന്നും, അടിപൊളി റോഡാ, അടിപൊളി സ്ഥലം, നല്ല തണുത്ത കാലാവസ്ഥ, ലെഫ്റ്റ് സൈഡിൽ കടലും